നമസ്കാരം. ശ്രീസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 LTC എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി GK, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സ് ഇവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഇത് നിങ്ങളൊരു മോഡൽ എക്സാം എന്ന രീതിയിൽ ഒന്ന് ചെയ്തു നോക്കുക. അറിയാവുന്നത് മാത്രമേ എഴുതാവൂ. നെഗറ്റീവ് വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കൂടംകുളം ആണവ വൈദ്യുത നിലയം തമിഴ്നാട്ടിലെ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ തൂത്തുക്കുടി, ബി തിരുനെൽവേലി, സി തിരുപ്പൂർ, ഡി തിരുച്ചിറപ്പള്ളി. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകൾ ഏത് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ് കാണപ്പെടുന്നത്? ഇരവികുളം, ബന്ദിപ്പൂർ, അണ്ണാമലൈ, സൈലന്റ് വാലി. മോൾ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ഓപ്ഷൻ എ മാർച്ച് 10, ബി ജൂൺ 6, സി ഒക്ടോബർ 23, ഡി ജനുവരി 22. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ. ഓപ്ഷൻ എ അഡ്രിനാലിൻ, ബി കോർട്ടിസോൾ, സി തൈറോക്സിൻ, ഡി ഇൻസുലിൻ. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക്. ഈഡിസ് ഈജിപ്റ്റി, ഈഡിസ് ആൽബോപിക്ടസ്, ക്യൂലക്സ്, അനോഫിലക്സ്. കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ. ഓപ്ഷൻ എ കെ ദാമോദരൻ, ബി ജി ഭാർഗവൻ പിള്ള, സി സി എൻ കരുണാകരൻ, ഡി രാമവർമ്മ രാജ. ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലം. ഓപ്ഷൻ എ ന്യൂയോർക്ക്, ബി റിയോ ഡി ജനീറോ, സി ജനീവ, ഡി മോസ്കോ. ട്രാൻസ്ഫോർമറിന്റെ പ്രവർത്തന തത്വം. ഓപ്ഷൻ എ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, ബി മ്യൂച്വൽ ഇൻഡക്ഷൻ, സി സെൽഫ് ഇൻഡക്ഷൻ, ഡി വൈദ്യുത മോട്ടോർ തത്വം. കൊല്ലവർഷം ആരംഭിച്ചത് എന്ന്? ഓപ്ഷൻ എ AD 825, ബി AD 845, സി AD 725, ഡി AD 925. കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം. ഓപ്ഷൻ എ പാണ്ഡ്യ രാജവംശം, ബി ചോള രാജവംശം, സി തിരുവിതാംകൂർ രാജവംശം, ഡി ആയി രാജവംശം. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? ഓപ്ഷൻ എ 610, ബി 613, സി 603, ഡി 614. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഓപ്ഷൻ എ ശാസ്താംകോട്ടക്കായൽ, ബി അഷ്ടമുടിക്കായൽ, സി കനോലി കനാൽ, ഡി കല്ലടക്കായൽ. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിര. ഓപ്ഷൻ എ ഹിമാചൽ, ബി സിവാലിക്, സി ഹിമാദ്രി, ഡി പൂർവാചൽ. 2023 വയലാർ അവാർഡ് ലഭിച്ചത്. ഓപ്ഷൻ എ SK വസന്തൻ, ബി ശ്രീകുമാരൻ തമ്പി, സി S ഹരീഷ്, ഡി സക്കറിയ. നീതി ആയോഗ് ഉപാധ്യക്ഷൻ. ഓപ്ഷൻ എ അരവിന്ദ് പനഗരിയ, ബി BVR സുബ്രഹ്മണ്യം, സി സിന്ധുശ്രീ കുള്ളാർ, ഡി സുമൻ ബെറി. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 വേദി എവിടെയാണ്? ഓപ്ഷൻ എ മഹാരാഷ്ട്ര, ബി തമിഴ്നാട്, സി കർണാടകം, ഡി കേരളം. ഹി ഈസ് ഡാഷ് യുണൈറ്റ് പൊളിറ്റീഷ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, neither of them dash the answer. Mumbai is the seaport dash to Europe. The synonym of absurd. അടുത്ത മാത്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സ്വർണത്തിന് വർഷം തോറും 10% എന്ന തോതിൽ മാത്രം വില വർദ്ധിക്കുന്നു. ഇപ്പോഴത്തെ വില 20,000 രൂപയെങ്കിൽ 2 വർഷത്തിനു ശേഷം എത്ര രൂപയാകും? 32 ആളുകൾക്ക് ഒരു ജോലി പൂർത്തിയാക്കുവാൻ 15 ദിവസം വേണമെങ്കിൽ 10 ദിവസം കൊണ്ട് ആ ജോലി പൂർത്തീകരിക്കുവാൻ എത്ര ആളുകൾ വേണം? 100 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ 10% നഷ്ടം വന്നു. 10% ലാഭം കിട്ടണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം? അടുത്തത്
ഒരു ക്ലോക്കിലെ സമയം 9:30 ആയിരുന്നാൽ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര? ആദ്യത്തെ എത്ര ഇരട്ടസംഖ്യകളുടെ തുകയാണ് 240? അടുത്ത നോക്കാം. സാക്ഷി എന്ന കാരകം അർത്ഥം വരുന്ന വിഭക്തി ഏത്? ഓപ്ഷൻ എ സംയോജിക, ബി ആധാരിക, സി പ്രയോജിക, ഡി പ്രതിഗ്രാഹിക. ആന അധികം ഭ്രാന്ത് എന്നത് ചേർത്തെഴുതിയാൽ ആനഭ്രാന്ത്, 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 ആനഭ്രാന്ത്. എസ് കെ പൊറ്റക്കാട് കഥാപാത്രമായി വരുന്ന നോവൽ? അന്ധകാരനടി, തമോവേദം, പ്രവാസം, ആരാച്ചാർ. പാറപ്പുറത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് കെ ഇ മത്തായി, വി വി അയ്യപ്പൻ, പി സി ഗോപാലൻ, ഐ സി ചാക്കോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം? ശല്യക്കാരൻ, ബി ആശിച്ചു കാലം കഴിയുന്നവൻ, സി വിശ്വസിക്കാൻ കൊള്ളാത്തവൻ, ഡി കോമാളി. ഇനി നമുക്ക് ആൻസറിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. കൂടംകുളം ആണവ വൈദ്യുത നിലയം തമിഴ്നാട്ടിലെ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, തിരുനെൽവേലി. അപ്പോൾ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലാണ് കൂടംകുളം ആണവ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏത് സംസ്ഥാനത്താണ് കൂടംകുളം ആണവ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്? തിരുനെൽവേലിയിലാണ്. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കൂടംകുളം ആണവ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ അണുശക്തി നിലയം, ആദ്യത്തെ അണുശക്തി നിലയമാണ് താരാപൂർ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം ഏതാണ്? താരാപൂർ ആണ്. 1969. ഇന്ത്യയിലെ ആദ്യ അണുശക്തി നിലയമാണ് താരാപൂർ, 1969. ഇന്ത്യ റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ആണവ നിലയമാണ് കൂടംകുളം ആണവ നിലയം, തമിഴ്നാട്. അപ്പോൾ കൂടംകുളം ആണവ വൈദ്യുത നിലയം ഇന്ത്യ ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്? റഷ്യയുടെ സഹായത്തോടെയാണ്. അപ്പോൾ ഇന്ത്യ റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ആണവ നിലയമാണ് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൂടംകുളം ആണവ വൈദ്യുത നിലയം. കൂടംകുളം സമരനായകൻ എന്ന് അറിയപ്പെടുന്നത് എസ് പി ഉദയകുമാർ ആണ്. അപ്പോൾ കൂടംകുളം സമരനായകൻ ആരാണ്? എസ് പി ഉദയകുമാർ. ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നത് 1948. അപ്പോൾ ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1948. ആണവോർജ വകുപ്പ് നിലവിൽ വന്നത് 1954. അപ്പോൾ ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നത് 1948. ആണവോർജ വകുപ്പ് നിലവിൽ വന്നത് 1954. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടറാണ് അപ്സര. അപ്സര എന്നാണ്? 1956. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ ഏതാണ്? അപ്സരയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയമാണ് താരാപൂർ, 1969. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടറാണ് അപ്സര, 1956. ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ സ്ഥാപിതമായത് 1954. അപ്പോൾ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ സ്ഥാപിതമായത് എന്നാണ്? 1954. ഇന്ത്യയിലെ കുറച്ച് ആണവ വൈദ്യുത നിലയങ്ങളെ കുറിച്ച് നോക്കാം. നറോറ ആണവ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിലാണ്. അപ്പോൾ നറോറ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശ്. കക്രപ്പാറ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. അപ്പോൾ കക്രപ്പാറ എവിടെയാണ്? ഗുജറാത്തിലാണ്. കൈഗ ആണവ വൈദ്യുത നിലയം കർണാടക. കൈഗ, കർണാടക. താരാപൂർ മഹാരാഷ്ട്രയിലാണ്. താരാപൂർ ആണവ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്ര. കൽപ്പാക്കം തമിഴ്നാട്. കൂടംകുളം തമിഴ്നാട്. കോട്ട എവിടെയാണ്? കോട്ട ആണവ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. അപ്പോൾ നറോറ ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. കാക്രപ്പാറ ഗുജറാത്ത്. മഹാരാഷ്ട്രയിലെ ഒരു ആണവ വൈദ്യുത നിലയമാണ് താരാപൂർ. കൈഗ എവിടെയാണ്? കൈഗ കർണാടക. കൽപ്പാക്കം തമിഴ്നാട്. കൂടംകുളം തമിഴ്നാട്. കോട്ട രാജസ്ഥാൻ. ഇത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കൂടംകുളം ആണവ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലാണ്.
ഇന്ത്യ റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ആണവ നിലയമാണ് തമിഴ്നാട്ടിലെ കൂടംകുളം ആണവ വൈദ്യുത നിലയം. ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം താരാപൂർ ആണ് 1969. കൂടംകുളം സമരനായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? SP ഉദയകുമാർ ആണ്. ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നത് 1948 ആണവോർജ വകുപ്പ് നിലവിൽ വന്നത് 1954. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടറാണ് അപ്സര. 1956. ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ സ്ഥാപിതമായത് 1954. ഇന്ത്യയിലെ കുറച്ച് ആണവ വൈദ്യുത നിലയങ്ങൾ നോക്കാം. ഉത്തർപ്രദേശിലെ നറോറ, ഗുജറാത്തിലെ കക്രപ്പാറ, കർണാടകയിലെ കൈഗ, താരാപൂർ മഹാരാഷ്ട്ര, കൽപ്പാക്കം തമിഴ്നാട്, കൂടംകുളം തമിഴ്നാട്, കോട്ട രാജസ്ഥാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകൾ ഏത് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ് കാണപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് ഇരവികുളം. എവിടെയാണ്? ഇരവികുളത്താണ് വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളെ സംരക്ഷിക്കപ്പെടുന്ന വന്യജീവി കേന്ദ്രം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇത്? ഇരവികുളം നാഷണൽ പാർക്ക്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം നാഷണൽ പാർക്കാണ്. ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ ഇരവികുളം നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. വരയാടുകളെ സംരക്ഷിക്കപ്പെടുന്നത്, വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകൾ സംരക്ഷിക്കപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് ഏത്? ഇരവികുളം. വന്യജീവി സങ്കേതമാണ് ഏത്? ഇരവികുളം. അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകൾ ഏത് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ് കാണപ്പെടുന്നത്? ഇരവികുളത്താണ് കാണപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളം നാഷണൽ പാർക്കാണ്, ഇടുക്കി ജില്ല. ഇരവികുളം നാഷണൽ പാർക്ക് നിലവിൽ വന്നത് 1978. അപ്പോൾ ഇരവികുളം നാഷണൽ പാർക്ക് നിലവിൽ വന്നത് എന്നാണ്? 1978. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന നാഷണൽ പാർക്ക് ഏതാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. കൻഹ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ് കൻഹ. മനാസ് കാസിരംഗ എവിടെയാണ്? ആസാമിലാണ്. മനാസും കാസിരംഗ എവിടെയാണ്? ആസാമിലാണ്. ഇൻതാങ്കി നാഗാലാൻഡിലാണ്. ഇൻതാങ്കി നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നാഗാലാൻഡിലാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം നാഷണൽ പാർക്ക്, ഇടുക്കി ജില്ല. ഇരവികുളം നാഷണൽ പാർക്ക് നിലവിൽ വന്നത് എന്നാണ്? 1978. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന നാഷണൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. അസമിലെ 2 നാഷണൽ പാർക്കുകളാണ് മനാസ്, കാസിരംഗ. നാഗാലാൻഡിലേതാണ് ഇൻതാങ്കി നാഷണൽ പാർക്ക്. ഇൻതാങ്കി നാഷണൽ പാർക്ക് എവിടെയാണ്? നാഗാലാൻഡ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ്. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകൾ ഏത് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ് കാണപ്പെടുന്നത്? ഇരവികുളത്താണ് കാണപ്പെടുന്നത്. മോൾ ദിനമായി ആചരിക്കുന്ന ദിവസം എന്നാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഒക്ടോബർ 23. അപ്പോൾ മോൾ ദിനമായി ആചരിക്കുന്ന ദിവസം എന്നാണ്? ഒക്ടോബർ 23. പ്രവാസി ഭാരതീയ ദിനം എന്നാണ്? ജനുവരി 9. പ്രവാസി ഭാരതീയ ദിനം ജനുവരി 9. ദേശീയ യുവജന ദിനം ജനുവരി 12. ലോക യുവജന ദിനം ആഗസ്റ്റ് 12. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28. ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനം. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്? ഡിസംബർ 14. അപ്പോൾ പ്രവാസി ഭാരത ദിവസം എന്നാണ്? ജനുവരി 9. ദേശീയ യുവജന ദിനം ജനുവരി 12. ലോക യുവജന ദിനം ഓഗസ്റ്റ് 12. ദേശീയ ശാസ്ത്ര ദിനമാണെന്ന് ഫെബ്രുവരി 18. ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയെ എന്ത് വിളിക്കുന്നു? തന്മാത്ര എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അവഗാഡ്രോ ആണ്. അവഗാഡ്രോയാണ് തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ആറ്റം സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ജോൺ ഡാൾട്ടൺ. അപ്പോൾ ആറ്റം സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്.
ആറ്റം സൗരയൂഥ മാതൃകയുടെ ഉപജ്ഞാതാവാണ് റൂദർഫോർഡ്. അപ്പോൾ ആറ്റം സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം സൗരയൂഥ മാതൃകയുടെ ഉപജ്ഞാതാവാണ് റൂദർഫോർഡ്. അപ്പോൾ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ഇത് തന്മാത്ര. തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അവഗാഡ്രോയാണ്. ആറ്റം സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ജോൺ ഡാൾട്ടൺ. ആറ്റം സൗരയൂഥ മാതൃകയുടെ ഉപജ്ഞാതാവാണ് ആര്? റൂദർഫോർഡ്. അപ്പോൾ പ്രവാസി ഭാരത ദിനം ജനുവരി 9, ദേശീയ യുവജന ദിനം ജനുവരി 12, ലോക യുവജന ദിനം ഓഗസ്റ്റ് 12, ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28, ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14, മോൾ ദിനമായി ആചരിക്കുന്നതെന്നാണ് ഒക്ടോബർ 23. അടുത്ത ക്വസ്റ്റ്യൻ, അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അഡ്രിനാലിൻ. അപ്പോൾ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ ഏതാണ്? അഡ്രിനാലിൻ. അപ്പോൾ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുവാൻ കാരണമായ ഹോർമോൺ ആണ് ഏത്? അഡ്രിനാലിൻ. അപ്പോൾ ഹൃദയമിടിപ്പ് വർദ്ധിക്കാൻ കാരണമായ ഹോർമോൺ ഏതാണ്? അഡ്രിനാലിൻ. ഒരാൾ ഭയപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണും അഡ്രിനാലിനാണ്. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നതും ഏതാണ്? അഡ്രിനാലിനാണ്. അപ്പോൾ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ ആണ് ഏത്? അഡ്രിനാലിൻ. ഒരാൾ ഭയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോൺ ആണ് അടിയന്തര ഹോർമോൺ എന്ന് വിളിക്കുന്നു. പിന്നീട് എന്താണ്? ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുവാൻ കാരണമായ ഹോർമോണും ഏതാണ്? അഡ്രിനാലിനാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ ആണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയാതെ നിയന്ത്രിക്കുന്നത് ഗ്ലൂക്കഗോൺ ആണ്. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ കുറയാതെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഗ്ലൂക്കഗോൺ ആണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ഇൻസുലിൻ ആണ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശമാണ് ബീറ്റ കോശം. അപ്പോൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശം ഏതാണ്? ബീറ്റ സെല്ലുകളാണ്. ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്ന കോശം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ആൽഫ സെല്ലുകളാണ്. അപ്പോൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശമാണ് ബീറ്റ സെല്ലുകൾ, ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്ന കോശമാണ് ആൽഫ സെല്ലുകൾ. അടിയന്തര ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത് അഡ്രിനാലിനാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയാതെ നിയന്ത്രിക്കുന്നത് എന്താണ്? ഗ്ലൂക്കഗോൺ ആണ്. കോർട്ടിസോൾ പ്രതിരോധ കോശങ്ങളെ മന്ദീഭവിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഏത്? കോർട്ടിസോള്. പ്രതിരോധ കോശങ്ങളെ മന്ദീഭവിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? കോർട്ടിസോൾ ആണ്. മാംസ്യം, കൊഴുപ്പ് എന്നിവയെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസ് ആക്കുന്നത് കോർട്ടിസോൾ ആണ്. അപ്പൊ എന്തൊക്കെയാണ്? മാംസ്യം, കൊഴുപ്പ് എന്നിവയെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസ് ആക്കുന്നത് ഏതാണ്? കോർട്ടിസോൾ ആണ്. പ്രതിരോധ കോശങ്ങളെ മന്ദീഭവിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഏത്? കോർട്ടിസോള്. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് തൈറോക്സിൻ. അപ്പോൾ എന്താണ്? തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? തൈറോക്സിൻ ആണ്. അയഡിൻ അടങ്ങിയ ഹോർമോൺ ആണ് ഏത്? തൈറോക്സിൻ. അയഡിൻ അടങ്ങിയ ഹോർമോൺ ആണ് ഏത്? തൈറോക്സിൻ. അപ്പോൾ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ ഏതാണ്? അത് അഡ്രിനാലിനാണ്. പ്രതിരോധ കോശങ്ങളെ മന്ദീഭവിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഏത്? കോർട്ടിസോള്. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഏത്? തൈറോക്സിൻ. അയഡിൻ അടങ്ങിയ ഹോർമോൺ ആണ് ഏത്? തൈറോക്സിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് ഈഡിസ് ഈജിപ്റ്റി. അപ്പോൾ ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഏതാണ്? ഈഡിസ് ഈജിപ്റ്റി ആണ്. കൊതുകുകൾ ആർത്രോപോഡ എന്ന ജന്തുവിഭാഗത്തിലാണ് പെടുന്നത്. അപ്പോൾ കൊതുകുകൾ ഏത് ജന്തുവിഭാഗത്തിൽ പെടുന്നവയാണ്? ആർത്രോപോഡ എന്ന ജന്തുവിഭാഗത്തിൽ പെടുന്നതാണ് കൊതുകുകള്. നട്ടലില്ലാത്ത രൂപാന്തരണം പ്രാപിക്കുന്ന ജീവിയാണ് കൊതുക്. അപ്പോൾ നട്ടലില്ലാത്ത രൂപാന്തരണം പ്രാപിക്കുന്ന ജീവിയാണ് ഏത്? കൊതുക്. അപ്പോൾ കൊതുകുകൾ ഏത് ജന്തുവിഭാഗത്തിലാണ് പെടുന്നത്? ആർത്രോപോഡ ജന്തുവിഭാഗത്തിൽ പെടുന്നതാണ് കൊതുകുകള്. നട്ടലില്ലാത്ത രൂപാന്തരണം പ്രാപിക്കുന്ന ജീവിയാണ് കൊതുക്. അനോഫിലസ്, ഈഡിസ് എന്നിവ ശുദ്ധജലത്തിലാണ് മുട്ടയിടുന്നത്. അപ്പോൾ ശുദ്ധജലത്തിൽ മുട്ടയിടുന്ന കൊതുകുകൾ ഏതെല്ലാമാണ്? അനോഫിലിസും ഈഡിസുമാണ് ശുദ്ധജലത്തിൽ മുട്ടയിടുന്ന കൊതുകുകൾ. ക്യൂലക്സ് ആണെങ്കിൽ മലിനജലത്തിലാണ് മുട്ടയിടുന്നത്. അപ്പോൾ മലിനജലത്തിൽ മുട്ടയിടുന്ന കൊതുകാണ് ക്യൂലക്സ് കൊതുക്. ശുദ്ധജലത്തിൽ മുട്ടയിടുന്ന കൊതുകാണ് അനോഫിലിസും ഈഡിസും കൊതുകുകളാണ് ശുദ്ധജലത്തിൽ മുട്ടയിടുന്നത്.
മലേറിയയുടെ മറ്റൊരു പേരാണ് ചതുപ്പ് രോഗം. അപ്പോൾ ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്ന എന്താണ്? മലേറിയയാണ്. മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? അനോഫിലസ് കൊതുകുകളാണ്. അനോഫിലസ് കൊതുകുകളാണ് മലേറിയ പരത്തുന്നത്. മലേറിയയുടെ മറ്റൊരു പേരാണ് ചതുപ്പ് രോഗം. ചതുപ്പ് രോഗം പരത്തുന്ന കൊതുകുകളാണ് അനോഫിലസ് കൊതുകുകള്. ലോക കൊതുകു നിവാരണ ദിനമാണ് ആഗസ്റ്റ് 20. അപ്പോൾ ലോക കൊതുകു നിവാരണ ദിനം എന്നാണ് ആഗസ്റ്റ് 20. മന്ത് പരത്തുന്നത് ക്യൂലക്സ് കൊതുകുകളാണ്. അപ്പോൾ മന്ത് പരത്തുന്ന ക്യൂലക്സ് കൊതുകുകളും മലേറിയ അഥവാ ചതുപ്പ് രോഗം പരത്തുന്നത് അനോഫിലസ് കൊതുകുകളുമാണ്. ക്യൂലക്സ് കൊതുക് മുട്ടയിടുന്നത് മലിനജലത്തിലാണ്. അനോഫിലസും ഈഡിസും മുട്ടയിടുന്നത് ശുദ്ധജലത്തിലാണ്. നട്ടലില്ലാത്ത രൂപാന്തരണം പ്രാപിക്കുന്ന ജീവിയാണ് കൊതുക്. കൊതുകുകൾ ഏത് ജന്തുഭാഗത്തിലാണ് പെടുന്നത്? ആർത്രോപോഡ ജന്തുഭാഗത്തിൽ പെടുന്നതാണ് കൊതുകുകൾ. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഏതാണ്? ഈഡിസ് ഈജിപ്റ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, എം രാമവർമ്മ രാജ. അപ്പോൾ കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? എം രാമവർമ്മ രാജ. കേരള ലളിതകലാ അക്കാദമി നിലവിൽ വന്നത് 1962 കേരള ലളിതകലാ അക്കാദമി നിലവിൽ വന്നത് എന്നാണ്? 1962 ആസ്ഥാനം തൃശ്ശൂരാണ്. അപ്പോൾ കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ്. 1962 നിലവിൽ വന്നു. ആദ്യത്തെ ചെയർമാനാണ് എം രാമവർമ്മ രാജ. കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്നത് 1956 കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്നത് എന്നാണ്? 1956 ആസ്ഥാനം തൃശ്ശൂരാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് സർദാർ KM പണിക്കർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? സർദാർ KM പണിക്കരാണ്. കേരള സംഗീത നാടക അക്കാദമി നിലവിൽ വന്നത് 1958 കേരള സംഗീത നാടക അക്കാദമി നിലവിൽ വന്നത് എന്നാണ്? 1958 ആസ്ഥാനം തൃശ്ശൂരാണ്. ആദ്യത്തെ ചെയർമാനാണ് മങ്കുത്തമ്പുരാൻ. അപ്പോൾ കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? മങ്കുത്തമ്പുരാനാണ്. കേരള ഫോക്ലോർ അക്കാദമി നിലവിൽ വന്നത് 1995 അപ്പോൾ കേരള ഫോക്ലോർ അക്കാദമി നിലവിൽ വന്നത് എന്നാണ്? 1995 ആസ്ഥാനം കണ്ണൂരാണ്. ആദ്യത്തെ ചെയർമാനാണ് PK കാളൻ. അപ്പോൾ കേരള ലളിതകലാ അക്കാദമി നിലവിൽ വന്നത് എന്നാണ്? 1962 കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്നത് 1956. കേരള സംഗീത നാടക അക്കാദമി നിലവിൽ വന്നത് 1958 കേരള ഫോക്ലോർ അക്കാദമി നിലവിൽ വന്നത് 1995 കേരള ലളിതകലാ അക്കാദമിയുടെയും കേരള സാഹിത്യ അക്കാദമിയുടെയും കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ്. എന്നാൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂരാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ മങ്കുത്തമ്പുരാനാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ PK കാളനാണ്. കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? എം രാമവർമ്മ രാജയാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് സർദാർ KM പണിക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, റിയോ ഡി ജനീറോ. അപ്പോൾ ഒന്നാം ഭൗമ ഉച്ചകോടി നടന്നത് എവിടെയാണ്? റിയോ ഡി ജനീറോ. ഒന്നാം ഭൗമ ഉച്ചകോടി നടന്നത് 1992 ജൂണിലാണ്. അപ്പോൾ ഒന്നാം ഭൗമ ഉച്ചകോടി നടന്നത് എന്നാണ്? 1992 ജൂണിലാണ് ഒന്നാം ഭൗമ ഉച്ചകോടി നടന്നത്. ഭൂമിയുടെ ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന രാസവസ്തുക്കളുടെ പുറന്തള്ളൽ കുറയ്ക്കുവാനുള്ള ഉടമ്പടിയാണ് മോൺട്രിയാൽ ഉടമ്പടി. അപ്പോൾ എന്താണ് മോൺട്രിയാൽ ഉടമ്പടി? ഭൂമിയുടെ ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന രാസവസ്തുക്കളുടെ പുറന്തള്ളൽ കുറയ്ക്കുവാനുള്ള ഉടമ്പടിയാണ് മോൺട്രിയാൽ ഉടമ്പടി. മോൺട്രിയാൽ ഉടമ്പടി പ്രാബല്യത്തിൽ വന്നത്
1989 ജനുവരി 1-നാണ്. അപ്പോൾ മോൺട്രിയാൽ ഉടമ്പടി പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 1989 ജനുവരി 1-നാണ് മോൺട്രിയാൽ ഉടമ്പടി പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ ഒന്നാം ഭൗമ ഉച്ചകോടി നടന്നത് 1992 ജൂണിലാണ് റിയോ ഡി ജനീറോയിലാണ്. ഭൂമിയുടെ ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന രാസവസ്തുക്കളുടെ പുറന്തള്ളൽ കുറയ്ക്കുവാനുള്ള ഉടമ്പടിയാണ് ഏത്? മോൺട്രിയാൽ ഉടമ്പടി. മോൺട്രിയാൽ ഉടമ്പടി പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 1989 ജനുവരി 1-നാണ് മോൺട്രിയാൽ ഉടമ്പടി പ്രാബല്യത്തിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫോർമറിന്റെ പ്രവർത്തന തത്വം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അപ്പോൾ ട്രാൻസ്ഫോർമറിന്റെ പ്രവർത്തന തത്വം എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. വൈദ്യുത മോട്ടോറിൽ വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. അപ്പോൾ വൈദ്യുത മോട്ടോറിന്റെ പ്രവർത്തന തത്വം എന്താണ്? വൈദ്യുത മോട്ടോറിൽ വൈദ്യുതോർജം ഏത് ഊർജമായി മാറുന്നു? യാന്ത്രികോർജമായി മാറുന്നു. വൈദ്യുത മോട്ടോറിൽ വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. ഇലക്ട്രിക് ചോക്കിലെ പ്രവർത്തന തത്വം എന്താണ്? സെൽഫ് ഇൻഡക്ഷൻ ആണ്. ഇലക്ട്രിക് ചോക്കിലെ പ്രവർത്തന തത്വമാണ് സെൽഫ് ഇൻഡക്ഷൻ. വൈദ്യുത മോട്ടോറിൽ വൈദ്യുതോർജം ഏതൂർജമായിട്ട് മാറുന്നു? യാന്ത്രികോർജമായി മാറുന്നു. ഇലക്ട്രിക് ചോക്കിലെ പ്രവർത്തന തത്വമാണ് സെൽഫ് ഇൻഡക്ഷൻ. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചത് ഹെൻറിച്ച് ഹെർട്സ് ആണ്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറിച്ച് ഹെർട്സ്. ക്വാണ്ടം സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം തൃപ്തികരമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പോൾ ക്വാണ്ടം സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം തൃപ്തികരമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറിച്ച് ഹെർട്സ് ആണ്. എന്നാൽ ക്വാണ്ടം സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം തൃപ്തികരമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ചോദിച്ചാൽ ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൊല്ലവർഷം ആരംഭിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, AD 825-ലാണ്. അപ്പോൾ കൊല്ലവർഷം ആരംഭിച്ചത് എന്നാണ്? AD 825. കൊല്ലവർഷം ആരംഭിച്ചത് രാജശേഖരവർമ്മയുടെ കാലത്താണ്. അപ്പോൾ ആരുടെ കാലത്താണ് കൊല്ലവർഷം ആരംഭിച്ചത്? രാജശേഖരവർമ്മയുടെ കാലത്താണ് കൊല്ലവർഷം ആരംഭിച്ചത്. കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യത്തെ ശാസനമാണ് ശ്രീ വല്ലഭൻ കോതയുടെ മാമ്പള്ളി ശാസനം. അപ്പോൾ AD 973 മാമ്പള്ളി ശാസനമാണ് കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യത്തെ ശാസനം. അപ്പോൾ കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യത്തെ ശാസനം ഏതാണ്? മാമ്പള്ളി ശാസനം. ആരുടേതാണ്? ശ്രീ വല്ലഭൻ കോതയുടേതാണ്. AD 973. ഇനി വിക്രമവർഷം എന്നാണ്? BC 58 ആണ് വിക്രമവർഷം. ശകവർഷമായി അറിയപ്പെടുന്നത് AD 78, ഗുപ്തവർഷം AD 320, ഹർഷവർഷം AD 606, ഹിജ്റ വർഷം AD 622. അപ്പോൾ വിക്രമവർഷം എന്നാണ്? BC 58 ആണ്. ശകവർഷം AD 78, ഗുപ്തവർഷം AD 320, ഹർഷവർഷം AD 606, ഹിജ്റ വർഷം AD 622. അപ്പോൾ കൊല്ലവർഷം ആരംഭിച്ചത് ആരുടെ കാലത്താണ്? രാജശേഖരവർമ്മയുടെ കാലത്താണ് കൊല്ലവർഷം ആരംഭിച്ചത്. കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യത്തെ ശാസനമാണ് ശ്രീ വല്ലഭൻ കോതയുടെ മാമ്പള്ളി ശാസനം, AD 973. വിക്രമവർഷം BC 58, AD 78 ശകവർഷം, AD 320 ഗുപ്തവർഷം, AD 606 ഹർഷവർഷം, AD 622 ഏതാണ്? ഹിജ്റ വർഷമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആയി രാജവംശം. അപ്പോൾ കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം ഏതാണ്? ആയി രാജവംശമാണ്. ആയി രാജവംശത്തിന്റെ തലസ്ഥാനമാണ് ആയിക്കുടി. അപ്പോൾ ആയി രാജവംശത്തിന്റെ തലസ്ഥാനം ഏതാണ്? ആയിക്കുടിയാണ്. പൊതിയൻ മലയിലെ ആയിക്കുടിയിലാണ് ആയി രാജവംശത്തിന്റെ തലസ്ഥാനം. ആയി രാജവംശ സ്ഥാപകനാണ് ആയി ആണ്ടിരൻ. അപ്പോൾ ആയി രാജവംശത്തിന്റെ സ്ഥാപകൻ ആരാണ്? ആയി ആണ്ടിരനാണ്. ആയി രാജവംശത്തിന്റെ ചിഹ്നമാണ് ആന. അപ്പോൾ ആനയാണ് ആയി രാജവംശത്തിന്റെ ചിഹ്നം. വിഴിഞ്ഞമാണ് ആയി രാജാക്കന്മാരുടെ പിൽക്കാല തലസ്ഥാനം. അപ്പോൾ ആയി രാജാക്കന്മാരുടെ പിൽക്കാല തലസ്ഥാനം ഏതാണ്? വിഴിഞ്ഞമാണ്.
ആയി രാജവംശത്തിന്റെ തലസ്ഥാനം ആയിക്കുടി പൊതിയന്മലയിലാണ്. ആയി രാജാക്കന്മാരുടെ പിൽക്കാല തലസ്ഥാനമാണ് ഇത് വിഴിഞ്ഞം. കേരളത്തിന്റെ അശോകൻ എന്നറിയപ്പെടുന്നത് വിക്രമാദിത്യ വരഗുണനാണ്. അപ്പോൾ കേരളത്തിന്റെ അശോകൻ ആരാണ്? വിക്രമാദിത്യ വരഗുണനാണ്. AD 925 പാലിയൻ ശാസനം പുറപ്പെടുവിച്ചത് ആരാണ്? വിക്രമാദിത്യ വരഗുണനാണ്. അപ്പോൾ പാലിയൻ ശാസനം പുറപ്പെടുവിച്ചത് വിക്രമാദിത്യ വരഗുണനാണ്. പാലിയൻ ശാസനം AD 925. അപ്പോൾ ആയി രാജവംശത്തിന്റെ തലസ്ഥാനം ആയിക്കുടി, ആയി രാജവംശ സ്ഥാപകൻ ആയി ആണ്ടിരൻ, ആയി രാജവംശ ചിഹ്നം ആന, ആയി രാജാക്കന്മാരുടെ പിൽക്കാല തലസ്ഥാനം വിഴിഞ്ഞം. കേരളത്തിന്റെ അശോകനാണ് വിക്രമാദിത്യ വരഗുണൻ. AD 925 പാലിയം ശാസനം പുറപ്പെടുവിച്ചത് വിക്രമാദിത്യ വരഗുണനാണ്. കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശമാണ് ആയി രാജവംശം. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹം എത്ര ദിവസമാണ് നീണ്ടുനിന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, 603 ദിവസം. അപ്പോൾ വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? 603 ദിവസം. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സമരമാണ് ഏത്? വൈക്കം സത്യാഗ്രഹം. അപ്പോൾ അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. 1924. 603 ദിവസം നീണ്ടുനിന്ന 1924 വൈക്കം സത്യാഗ്രഹമാണ് അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സമരം. 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെ സത്യാഗ്രഹം നീണ്ടുനിന്നു. അപ്പോൾ 1924 മാർച്ച് 30-നാണ് വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്നത്. 1925 നവംബർ 23 വരെ ഈ സത്യാഗ്രഹം നീണ്ടുനിന്നു. 1924 സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവൻ, K കേളപ്പൻ, KP കേശവമേനോൻ എന്നിവരായിരുന്നു. അപ്പോൾ 1924 വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയായിരുന്നു? TK മാധവനും K കേളപ്പൻ, KP കേശവമേനോൻ എന്നിവരായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചത് എന്നാണ്? 1925-ലാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചതെന്നാണ്? 1925-ലാണ്. ഈ 1924 സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ ആരുടെ കാലത്ത് ആരായിരുന്നു ഭരണാധികാരി? ശ്രീമൂലം തിരുനാളാണ്. അപ്പോൾ ശ്രീമൂലം തിരുനാളിന്റെ ഭരണസമയത്താണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. എന്നാൽ അവസാനിപ്പിച്ചതോ റാണി സേതുലക്ഷ്മി ഭായിയുടെ കാലത്താണ് ഈ വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിച്ചത്. അപ്പോൾ 1924 മാർച്ച് 30-ന് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ ശ്രീമൂലം തിരുനാളായിരുന്നു ഭരണാധികാരി. അവസാനിച്ചപ്പോൾ ആരായിരുന്നു? റാണി സേതുലക്ഷ്മി ഭായിയുമായിരുന്നു. അപ്പോൾ ഐക്യത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സമരം ഏതാണ്? വൈക്കം സത്യാഗ്രഹം എന്നാണ്? 1924. അപ്പോൾ വൈക്കം സത്യാഗ്രഹം തുടങ്ങിയതെന്നാണ്? 1924 മാർച്ച് 30. അവസാനിച്ചതോ 1925 നവംബർ 23. ഈ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ആരൊക്കെയാണ്? TK മാധവനും K കേളപ്പൻ, KP കേശവമേനോൻ എന്നിവരായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവർ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ നയിച്ചത്. 1925 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആരെത്തി? ഗാന്ധിജി എത്തി. സത്യാഗ്രഹം ആരംഭിച്ചത് ശ്രീമൂലം തിരുനാളിന്റെ കാലത്തും അവസാനിപ്പിച്ചത് റാണി സേതുലക്ഷ്മി ഭായിയുടെ കാലത്തുമാണ്. വൈക്കം സത്യാഗ്രഹം 603 ദിവസമാണ് നീണ്ടുനിന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ശാസ്താംകോട്ട കായലാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായലാണ്. അപ്പോൾ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ ഏതാണ്? ശാസ്താംകോട്ട കായലാണ് കായലുകളുടെ രാജ്ഞി എന്ന് അറിയപ്പെടുന്നത്. എഫ് ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കായലാണ് ശാസ്താംകോട്ട കായൽ. അപ്പോൾ ശാസ്താംകോട്ട കായലിന്റെ ആകൃതി എന്താണ്? എഫ് ആകൃതിയാണ്. അപ്പോൾ എഫ് ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണ്? ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടി കായൽ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ ഏതാണ്? അഷ്ടമുടി കായലാണ്.
അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. എഫ് ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കായലാണ് ശാസ്താംകോട്ട കായൽ. അഷ്ടമുടി കായലിന്റെ മറ്റൊരു പേരാണ് ആശ്രാമം കായൽ. അപ്പോൾ അഷ്ടമുടി കായലിന്റെ മറ്റൊരു പേരെന്താണ്? ആശ്രാമം കായൽ എന്നാണ്. അഷ്ടമുടി കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖമാണ് നീണ്ടകര. അപ്പോൾ അഷ്ടമുടി കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖം ഏതാണ്? നീണ്ടകര അഴിമുഖമാണ് അഷ്ടമുടി കായൽ അറബിക്കടലുമായി ചേരുന്നത്. പെരുമൺ തീവണ്ടി അപകടം ഉണ്ടായത് അഷ്ടമുടി കായലിലാണ്. 1988 ജൂലൈ 8-നാണ്. അപ്പോൾ അഷ്ടമുടി കായലിൽ പെരുമൺ തീവണ്ടി അപകടം ഉണ്ടായത് എന്നാണ്? 1988 ജൂലൈ 8-നാണ് പെരുമൺ തീവണ്ടി അപകടം. അപ്പോൾ എഫ് ആകൃതി സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. അഷ്ടമുടി കായലിന്റെ മറ്റൊരു പേരെന്താണ്? ആശ്രാമം കായൽ. അഷ്ടമുടി കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖം ഏതാണ്? നീണ്ടകര അഴിമുഖമാണ്. പെരുമൺ തീവണ്ടി അപകടം എന്നാണ്? 1988 ജൂലൈ 8 ഏത് കായലിലാണ്? അഷ്ടമുടി കായലിലാണ് നടന്നത്. ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ ഏതാണ്? അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായലിന്റെ മറ്റൊരു പേര് ആശ്രാമം കായൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഹിമാദ്രി. അപ്പോൾ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏതാണ്? ഹിമാദ്രിയാണ്. ഡൂൺസ് എന്നറിയപ്പെടുന്ന താഴ്വരകള് സിവാലിക് നിരയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഡൂൺസ് എന്നറിയപ്പെടുന്ന താഴ്വരകൾ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? സിവാലിക് നിരയിലാണ്. അപ്പോൾ ഗ്രേറ്റർ ഹിമാലയം അഥവാ ഹിമാദ്രി, ലെസർ ഹിമാലയം അഥവാ ഹിമാചൽ, ഔട്ടർ ഹിമാലയം അഥവാ സിവാലിക് എന്നിങ്ങനെ സമാന്തരങ്ങളായ 3 നിരകൾ ചേർന്നതാണ് ഹിമാലയം. അപ്പോൾ ഹിമാലയ പർവ്വതം ഏതെല്ലാം ചേരുന്നതാണ്? ഗ്രേറ്റർ ഹിമാലയം അഥവാ ഹിമാദ്രി, ഗ്രേറ്റർ ഹിമാലയം അഥവാ ഹിമാദ്രി, ലെസർ ഹിമാലയം അഥവാ ഹിമാചൽ, ഔട്ടർ ഹിമാലയം അഥവാ സിവാലിക് എന്നിങ്ങനെ സമാന്തരങ്ങളായ 3 നിരകൾ ചേരുന്നതാണ് ഏത്? ഹിമാലയം. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. അപ്പോൾ ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഡൂൺസ് എന്നറിയപ്പെടുന്ന താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിവാലിക് നിരകളിലാണ്. അപ്പോൾ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏതാണ്? ഹിമാദ്രി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. അപ്പോൾ ശ്രീകുമാരൻ തമ്പിക്കാണ് 2023 വയലാർ അവാർഡ് ലഭിച്ചത്. 47ാമത് വയലാർ അവാർഡാണ് ആർക്ക് ലഭിച്ചത്? ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പെൻഡുലം എന്ന രചനയ്ക്കാണ് എന്ത് ലഭിച്ചത്? വയലാർ അവാർഡ് ലഭിച്ചത്. ജീവിതം ഒരു പെൻഡുലം എന്ന രചനയ്ക്ക് 2023 ആർക്ക് അവാർഡ് ലഭിച്ചു? ആർക്ക് വയലാർ അവാർഡ് ലഭിച്ചു? ശ്രീകുമാരൻ തമ്പിക്ക് വയലാർ അവാർഡ് ലഭിച്ചു. അപ്പോൾ 2023 വയലാർ അവാർഡിന് അർഹനായ ശ്രീകുമാരൻ തമ്പിയുടെ രചന ഏതാണ്? ജീവിതം ഒരു പെൻഡുലം. 47ാമത് വയലാർ അവാർഡാണ്. അപ്പോൾ വയലാർ അവാർഡ് ഏർപ്പെടുത്തിയതെന്നാണ്? 1977 വയലാർ അവാർഡ് ഏർപ്പെടുത്തിയത്. സമ്മാനത്തുക 1 ലക്ഷം രൂപയാണ്. അപ്പോൾ വയലാർ അവാർഡ് ഏർപ്പെടുത്തിയതെന്നാണ്? 1977. അവാർഡ് നൽകുന്നത് വയലാർ ചരമദിനമായ ഒക്ടോബർ 27-നാണ്. അപ്പോൾ വയലാർ അവാർഡ് സമ്മാനിക്കുന്ന എന്നാണ്? അദ്ദേഹത്തിന്റെ ചരമദിനമായ ഒക്ടോബർ 27-നാണ് വയലാർ അവാർഡ് നൽകുന്നത്. ആദ്യമായി ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിനാണ്. ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ്. അപ്പോൾ ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന രചനയ്ക്കാണ് ആദ്യമായി വയലാർ അവാർഡ് ലഭിച്ചത്. രണ്ടാമത്തെ വയലാർ അവാർഡ് ജേതാവ് PK ബാലകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന രചനയ്ക്കാണ് രണ്ടാമത്തെ വയലാർ അവാർഡ് ലഭിച്ചത്. അപ്പോൾ രണ്ടാമത്തെ വയലാർ അവാർഡ് ആർക്കാണ്? PK ബാലകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന രചനയ്ക്കാണ്. ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ്. അവാർഡ് നൽകുന്നത് വയലാറിന്റെ ചരമദിനമായ ഒക്ടോബർ 27-നാണ്. അവാർഡ് 2023 ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. ജീവിതം ഒരു പെൻഡുലം 47ാമത് അവാർഡാണ് ആർക്ക് ലഭിച്ചത്? ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചത്. വയലാർ അവാർഡ് ഏർപ്പെടുത്തിയത് 1977. സമ്മാനത്തുക 1 ലക്ഷം രൂപയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സുമൻ ബെറി. അപ്പോൾ നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറിയാണ്.
നീതി ആയോഗ് 2015 ജനുവരി 1 സ്ഥാപിതമായത്. അപ്പോൾ നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒ BVR സുബ്രഹ്മണ്യമാണ്. അപ്പോൾ നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒ ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ആദ്യത്തെ സിഇഒ സിന്ധുശ്രീ കുളറാണ്. അപ്പോൾ നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒ ആരാണ്? സിന്ധുശ്രീ കുളറാണ്. ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ സിഇഒ ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ ആരാണ് ഇപ്പോഴത്തെ? സുമൻ ബെറിയാണ്. നീതി ആയോഗ് നിലവിൽ വന്നതെന്നാണ്? 2015 ജനുവരി 1 നീതി ആയോഗിന്റെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 വേദി. ആൻസർ ഓപ്ഷൻ ബി ആണ്, തമിഴ്നാട്. അപ്പോൾ 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ 4 നഗരങ്ങളിൽ വെച്ചാണ് 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടന്നത്. എവിടേക്കാണ്? ചെന്നൈ, മധുര, ട്രിച്ചി, കോയമ്പത്തൂർ എന്നീ തമിഴ്നാട്ടിലെ 4 നഗരങ്ങളിൽ വെച്ചാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 നടന്നത്. അതിൽ 1ാം സ്ഥാനം നേടിയത് മഹാരാഷ്ട്രയാണ്. അപ്പോൾ 1ാം സ്ഥാനം ആർക്കായിരുന്നു? മഹാരാഷ്ട്രയാണ്. 57 സ്വർണവും 48 വെള്ളിയും 53 വെങ്കലവും നേടിയാണ് മഹാരാഷ്ട്ര 1ാം സ്ഥാനത്ത് എത്തിയത്. 2ാം സ്ഥാനം തമിഴ്നാടിനും 3ാം സ്ഥാനം ഹരിയാനയ്ക്കുമാണ്. അപ്പോൾ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 വേദി എവിടെ ആയിരുന്നു? തമിഴ്നാട്ടിലാണ്. 1ാം സ്ഥാനം ആർക്കാണ് ലഭിച്ചത്? മഹാരാഷ്ട്രയ്ക്കാണ്. എത്ര സ്വർണമാണ് നേടിയത്? 57 സ്വർണമാണ്. വെള്ളി 48ഉം വെങ്കലം 53ഉം. 2ാം സ്ഥാനം ആർക്കാണ് ലഭിച്ചത്? തമിഴ്നാടിനാണ്. 3ാം സ്ഥാനം ലഭിച്ചത് ഹരിയാനയ്ക്കുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹി ഈസ് ഡാഷ് യുണൈക് പൊളിറ്റീഷ്യൻ. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, എ ആണ് ആൻസർ. എയും ആനും എന്താണ്? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണ്. അപ്പൊ എയും ആനും എന്താണ്? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണ്. ഇവിടെ യു എന്ന വൗവലാണ് വന്നിരിക്കുന്നത്, യു. പക്ഷെ എന്നാൽ നമ്മൾ എന്താണ് എഴുതിയത്? എ ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? എ, ഇ, ഐ, ഒ, യു എന്നീ സ്വരാക്ഷരങ്ങൾ കൊണ്ടാണ് ആരംഭിക്കുന്നതെങ്കിലും അവയുടെ ഉച്ചാരണം വ്യഞ്ജന ശബ്ദത്തിൻ്റെതായാൽ അവയ്ക്ക് മുന്നിൽ എന്ത് ചേർക്കും? ആനിനു പകരം നമ്മൾ എന്താണ് ചേർക്കുന്നത്? അവയ്ക്ക് പകരം എ ആണ് ചേർക്കുന്നത്. ആനു പകരം എ ആണ് ചേർക്കുന്നത്. അപ്പോൾ എ, ഇ, ഐ, ഒ, യു എന്ന സ്വരാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്നു എങ്കിലും അവയുടെ ഉച്ചാരണം അവിടെ എന്താണ് വന്നത്? വ്യഞ്ജന ശബ്ദമാണ് ഉച്ചാരണം വന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആനു പകരം എന്ത് ചേർത്തത്? എ ചേർത്തത്. ഇവിടെ എന്താണ്? യുണൈക്ക്, യുണൈക്ക്, യു എന്ന എന്താണ്? വ്യഞ്ജന ശബ്ദമാണ് അവിടെ വന്നത്. യുണൈക്ക് എന്ന വ്യഞ്ജന ശബ്ദമായതുകൊണ്ടാണ് അവയ്ക്ക് മുന്നിൽ നമ്മൾ എന്ത് ചേർത്തത്? എ എന്ന് ചേർത്തത്. നോക്കിയേ, ഇവിടെ യൂണിവേഴ്സിറ്റി, ഇവിടെ യു അല്ലേ വന്നിരിക്കുന്നത്, പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്? യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ എ ചേർത്തു. ഇവിടെ എന്താണ്? യൂണിയൻ, യൂണിയൻ വന്ന് നമ്മൾ ഇവിടെ എന്ത് ചേർത്തു? എ എഴുതി. ഇവിടെ എന്താണ്? ഓയാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താണ് വായിക്കുന്നത്? വൺ ഐഡ് മാൻ എന്നാണ് വായിക്കുന്നത്. വൺ ഐഡ് മാൻ എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് എഴുതിയത്? എ എഴുതിയത്. എന്നാൽ ഓ വന്നതുകൊണ്ട് നമ്മൾ ആൻ ചേർത്തില്ല. പക്ഷെ എന്താണ് നമ്മൾ എഴുതിയത്? എ ആണ് ചേർത്തത്. അവിടെ എന്താണ്? വൺ ഐഡ് മാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഹീസ് ഡാഷ് യുണൈക്ക് പൊളിറ്റീഷ്യൻ. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Neither of them dash the answer. ഏതാണ് ഇവിടെ ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവിടെ എന്താണ് നിയമം? നെയ്തർ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്, എയ്തർ ഓഫ് ഇവയ്ക്ക് ശേഷം പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമായിരിക്കും. ഇത് ഓർത്തിരിക്കുക. നെയ്തർ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്, എയ്തർ ഓഫ് ശേഷം എന്തായിരിക്കും? പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമായിരിക്കും വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മുംബൈ ഈസ് ദ സീ പോർട്ട് ഡാഷ് ടു യൂറോപ്പ്. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ബി ആണ്, നിയറസ്റ്റ് ആണ് ആൻസർ. എന്തുകൊണ്ടാണ് നിയറസ്റ്റ് വന്നത്? നിയറസ്റ്റ് റെഫേഴ്സ് ടു ഡിസ്റ്റൻസ്.
നെക്സ്റ്റ് ആണെങ്കിൽ എന്തിനെയാണ് കുറിക്കുന്നത്? നെക്സ്റ്റ് റെഫേഴ്സ് ടു പൊസിഷൻ. നെക്സ്റ്റ് റെഫേഴ്സ് ടു സ്ഥാനത്തെയാണ്. നിയറസ്റ്റ് ആണെങ്കിൽ എന്തിനാണ്? റെഫേഴ്സ് ടു ഡിസ്റ്റൻസിനെയുമാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മുംബൈ ഇസ് ദ സീ പോർട്ട് ഡാഷ് ടു യൂറോപ്പ് നിയറസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സിനോണിം ഓഫ് അബ്സേർഡ്. അബ്സേർഡിന്റെ സിനോണിം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഫൂളിഷ്. എന്താണ് ആൻസർ? ഫൂളിഷ് ആണ്. അബ്സേർഡ് സിനോണിം എന്താണ്? ഫൂളിഷ്. അടുത്ത ക്വസ്റ്റ്യൻ. സ്വർണത്തിന് വർഷം തോറും 10% എന്ന തോതിൽ മാത്രം വില വർദ്ധിക്കുന്നു. ഇപ്പോഴത്തെ വില 20,000 രൂപയെങ്കിൽ 2 വർഷത്തിനു ശേഷം എത്ര രൂപയാകും? അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ വർഷം എത്രയാണ്? നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ? ഇപ്പോഴത്തെ വില എത്രയാ? 20,000 രൂപയാണ് ഇപ്പോൾ. അപ്പോൾ 20,000 രൂപയാണ് ഇപ്പോൾ. എത്ര ശതമാനമാണ് വർഷം തോറും വർദ്ധിക്കുന്നത്? 10% വർഷം തോറും വർദ്ധിക്കുന്നത്. അപ്പോൾ എത്രയായിരിക്കും? ആദ്യത്തെ വർഷം എത്ര വർദ്ധിച്ചു? ആദ്യത്തെ വർഷം 2,000 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടെ ഈ 20,000ന്റെ കൂടെ ഈ 2,000 കൂടി കൂട്ടണം. അപ്പൊ എത്ര കിട്ടി? 22,000 കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 22,000ന്റെ 10% അടുത്ത വർഷം കാണുന്നത്. 20,000ന്റെ അല്ല പിന്നീട് കാണേണ്ടത്. ഈ 22,000ന്റെ 10% പിന്നീട് കാണേണ്ടത്. 22,000ന്റെ 10% ആകുമ്പോൾ എത്രയാണ്? 2,200 വരും. 2,200 വരും. അപ്പോൾ ഈ 22,000ന്റെ കൂടെ എത്ര ചേർക്കണം? 22,000ന്റെ കൂടെ ഈ 2,200 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരും? 24,200 എന്ന് ആൻസർ വരും. അപ്പോൾ എത്രയാണ് ആൻസർ? 24,200. അപ്പോൾ 21ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 24,200. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 32 ആളുകൾക്ക് ഒരു ജോലി പൂർത്തിയാക്കുവാൻ 15 ദിവസം വേണമെങ്കിൽ 10 ദിവസം കൊണ്ട് ആ ജോലി പൂർത്തീകരിക്കുവാൻ എത്ര ആളുകളാണ് വേണ്ടത്? ഇതിന്റെ ഇക്വേഷൻ എന്താണ്? N1 D1 ഈസ് ഈക്വൽ ടു N2 D2 എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ ഇക്വേഷൻ ഇട്ടങ്ങ് ചെയ്താൽ മതി. N1 D1 ഈസ് ഈക്വൽ ടു N2 D2. ഇവിടെ N1 തന്നിട്ടുണ്ട്. N1 എത്രയാണ്? 32 ആണ് N1. D1 എത്രയാണ്? D1 തന്നിട്ടുണ്ട്. D1 എത്രയാണ്? 15 ആണ്. N2 തന്നിട്ടുണ്ടോ? N2 തന്നിട്ടില്ല. D2 തന്നിട്ടുണ്ടോ? D2 ഇവിടെ തന്നിട്ടുണ്ട്. D2 എത്രയാണ്? D2 10 ആണ്. D2 എത്രയാണ്? 10. ഇവിടെ N1 32 ആണ്. D1 എത്രയാണ്? D1 15. N2 എത്രയാണ്? N2 തന്നിട്ടില്ല, പക്ഷെ D2 തന്നിട്ടുണ്ട്. D2 എത്രയാണ്? 10 ആണ്. അപ്പോൾ D2 10. അപ്പൊ നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത്? ഇവിടെ N2 ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. N2 എങ്ങനെ കണ്ടെത്താം? N2 ഈസ് ഈക്വൽ ടു 32 ഇൻറ്റു 15 ഡിവൈഡ് ബൈ 10. എത്ര വരും? എത്രയാണ് അന്നേരം ആൻസർ വരുന്നത്? 48 എന്ന് വരും. എത്രയാണ് ആൻസർ? 48. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അപ്പോൾ എത്ര ആൻസർ? ഓപ്ഷൻ എത്രയാണ്? ആൻസർ എ ആണ്. 32 ആളുകൾക്ക് ഒരു ജോലി പൂർത്തിയാക്കുവാൻ 15 ദിവസം വേണമെങ്കിൽ 10 ദിവസം കൊണ്ട് ആ ജോലി പൂർത്തീകരിക്കുവാൻ എത്ര ആളുകൾ വേണം? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ N1 D1 ഈസ് ഈക്വൽ ടു N2 D2 ഇട്ട് ചെയ്താൽ മതി. ആൻസർ ഇവിടെ എന്താണ്? ഓപ്ഷൻ എ ആണ്, 48. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 180 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ 10% നഷ്ടം വന്നു. 10% ലാഭം കിട്ടണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം? ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താണ്? നമ്മൾ ആദ്യമേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ആദ്യമേ നമ്മൾ എന്ത് കാണണം? യഥാർത്ഥ വില എത്രയാണെന്ന് കണ്ടെത്തണം. യഥാർത്ഥ വില കാണാനുള്ള ഇക്വേഷൻ ആണ് വിറ്റവില ഇൻറ്റു 100 ഡിവൈഡ് ബൈ 100 മൈനസ് നഷ്ടശതമാനം. എന്താണ് ഇക്വേഷൻ? വിറ്റവില ഇൻറ്റു 100 ഡിവൈഡ് ബൈ 100 മൈനസ് നഷ്ടശതമാനം. ഇവിടെ വിറ്റവില എത്രയാണ് കിട്ടിയിരിക്കുന്നത്? ഇവിടെ വിറ്റവില എത്രയാണ്? വിറ്റവില 180 ആണ്. 180 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് ഇവിടെ എത്രയാണ് നഷ്ടശതമാനം തന്നിരിക്കുന്നത്? നഷ്ടശതമാനം 10 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? 200 എന്ന് കിട്ടും. അപ്പോൾ യഥാർത്ഥ വില നമുക്ക് എത്ര കിട്ടി? 200 എന്ന് കിട്ടി. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? എന്താണ്? 10% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് നമ്മൾ
സാധനം വിൽക്കണമെന്നാണ്. അപ്പോൾ 10% ലാഭം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ യഥാർത്ഥ വിലയെ 10 കൊണ്ട് ഇപ്പൊ എത്ര കിട്ടി? 20 കിട്ടി. ഈ 20നെ യഥാർത്ഥ വിലയോടൊപ്പം കൂട്ടുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 220 എന്ന് കിട്ടും. അപ്പോൾ ലാഭം കിട്ടണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്കാണ് നമ്മൾ വിൽക്കേണ്ടത്? 220 രൂപയ്ക്ക് നമ്മൾ വിൽക്കണം. അപ്പോൾ 180 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ 10% നഷ്ടം വന്നു. 10% ലാഭം കിട്ടണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം എന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം എന്താണ് കാണേണ്ടത്? ആദ്യം യഥാർത്ഥ വില കണ്ടെത്തണം. അപ്പോൾ യഥാർത്ഥ വില കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വിറ്റ് വില ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് നഷ്ടശതമാനം എന്നാണ് യഥാർത്ഥ വില കാണാനുള്ള ഇക്വേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലോക്കിലെ സമയം 9:30 ആയിരുന്നാൽ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്രയാണ്? എങ്ങനെ കണ്ടെത്താം? അതിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഏതാണ് ഇക്വേഷൻ? 30h മൈനസ് 11/2 ഇൻറ്റു എം. ഏതാണ് ഇക്വേഷൻ? ഇതാണ് ഇക്വേഷൻ. അപ്പൊ ആ ഇക്വേഷനകത്ത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ്? 30 ഇൻറ്റു അവർ എച്ച് എത്രയാണ്? എച്ച് എന്ന് പറയുന്നത് 9 ആണ്. എച്ച് എത്രയാണ്? 9. 9 മൈനസ് 11/2 ഇൻറ്റു മിനിറ്റ് എത്രയാണ്? 30. നമുക്ക് എങ്ങനെ ചെയ്യാം? 11/2 ഇൻറ്റു 30. അപ്പൊ ഇവിടെ നമുക്ക് 15 270 മൈനസ് 11 ഇൻറ്റു 15 എത്രയാണ്? 165 എന്ന് വരും. അപ്പോൾ 270 165 പോയാൽ എത്ര കിട്ടും? 105 എന്ന് വരും. അപ്പൊ ആൻസർ എത്രയാണ്? 105 ഡിഗ്രിയാണ് ആൻസർ. അപ്പോൾ ഒരു ക്ലോക്കിലെ സമയം 9:30 ആയിരുന്നാൽ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? എങ്ങനെയാണ് കാണുന്നത്? ഈ ഇക്വേഷൻ അങ്ങോട്ട് ചെയ്താൽ മതി. 30h മൈനസ് 11/2 ഇൻറ്റു എം എന്ന ഇക്വേഷൻ ഇട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അല്ലെങ്കിൽ വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു ക്ലോക്ക് വരയ്ക്കുക. അതിനുശേഷം ഈ 9 മുതൽ 6 വരെ, അതായത് 9:30 എന്ന് പറയുമ്പോൾ 9 മുതൽ 6 വരെയുള്ള സൂചികൾക്കിടയിലെ കോണളവ് എടുക്കുക. അപ്പോൾ ഈ ഓരോ അക്കങ്ങൾക്കിടയിലെയും കോണളവ് ഈ 9 മുതൽ 8 വരെയും 8 മുതൽ 7 7 മുതൽ 6 ഇങ്ങനെ ഓരോന്നിന്റെയും കോണളവ് എന്ന് വെച്ചാൽ 30 ഡിഗ്രിയാണ്. ഇവയ്ക്കിടയിലുള്ള കോണളവ് എന്ന് വെച്ചാൽ എത്രയാണ്? 30 ഡിഗ്രിയാണ്. അങ്ങനെ ഇവിടെ 30 ഡിഗ്രി വരും. അപ്പോൾ എത്രയായി? 90 അപ്പോൾ 6 ഇവിടെ എത്ര മിനിറ്റ് ആണ്? 30 മിനിറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 30 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 15. അപ്പൊ എത്രയാണ് ആൻസർ വരുന്നത്? 105 ഡിഗ്രി എന്ന് വരും. അപ്പൊ ഇതിൽ ഏതാ എളുപ്പമെന്ന് വെച്ചാൽ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഏതാന്ന് വെച്ചാൽ അത് ചെയ്ത് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ എത്ര ഇരട്ടസംഖ്യകളുടെ തുകയാണ് 240? ആൻസർ നോക്കാം. ആൻസർ എങ്ങനെയാണ്? ആദ്യത്തെ n ഇരട്ടസംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷനാണ് n ഇൻറ്റു n പ്ലസ് 1. അപ്പോൾ ആദ്യത്തെ n ഇരട്ടസംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n ഇൻറ്റു n പ്ലസ് 1. ഇത് പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഓപ്ഷൻ ഇട്ട് ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഓപ്ഷൻ ഇട്ട് നോക്കിയേ. 12 എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇട്ടിട്ട് നമുക്ക് ചെയ്ത് നോക്കിയേ. ആൻസർ കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആൻസർ എത്രയാണ്? 240. ആദ്യത്തെ എത്ര ഇരട്ടസംഖ്യ? 240 ആണ് ഇരട്ടസംഖ്യകളുടെ തുക. അപ്പോൾ ഏതിട്ട് നോക്കിയാൽ നമുക്ക് കിട്ടും? ഇപ്പൊ 15 ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര കിട്ടി? 240 എന്ന് കിട്ടി. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം. നമുക്ക് ഈ ഓപ്ഷനകത്തുള്ള വെച്ച് സ്ക്വയർ ആദ്യമേ എഴുതുക. കുറച്ച് സംഖ്യകളുടെ സ്ക്വയർ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? കുറച്ച് സ്ക്വയർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 240 എന്ന സംഖ്യ വരുന്നത് ഏതിനകത്താണ് നോക്കാം. ഏതിന്റെ ഇടയിലാണ് 240 എന്ന സംഖ്യ വരുന്നത്? അപ്പോൾ 240 എന്ന് പറയുന്ന സംഖ്യ വരുന്നത് ഈ 15ന്റെ സ്ക്വയറിന്റെയും 16ന്റെ സ്ക്വയറിന്റെയും ഇടയ്ക്കാണ്. ഈ 225നും 256നും ഇടയ്ക്കാണ് 240 വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ചെറിയ സംഖ്യ എടുക്കുക. 225 എടുക്കുക. അതിന്റെ റൂട്ട് കാണുക. 225ന്റെ റൂട്ട് എത്രയാണ്? 15. ഇങ്ങനെയും ചെയ്യാം.
അപ്പോൾ ഏതാണ് ഇതിൽ എളുപ്പമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തു പഠിക്കുക. അടുത്തത് മലയാളമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സാക്ഷി എന്ന കാരകം അർത്ഥം വരുന്ന വിഭക്തി ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, സംയോജികാ വിഭക്തിയാണ്. അപ്പോൾ സാക്ഷി എന്ന കാരകം അർത്ഥം വരുന്ന വിഭക്തി ഏതാണ്? സംയോജികാ വിഭക്തിയാണ്. നാമത്തിനോ സർവനാമത്തിനോ മറ്റു പദങ്ങളോടുള്ള ബന്ധം കുറിക്കുന്നതിന് ആ നാമത്തിന്റെ ഒടുവിൽ ചെയ്യുന്ന രൂപഭേദമാണിത് വിഭക്തി. അപ്പോൾ എന്താണ് വിഭക്തി? നാമത്തിനോ സർവനാമത്തിനോ മറ്റു പദങ്ങളോടുള്ള ബന്ധം കുറിക്കുന്നതിന് ആ നാമത്തിന്റെ ഒടുവിൽ ചെയ്യുന്ന രൂപഭേദത്തെ നമ്മൾ എന്ത് പറയുന്നു? വിഭക്തി എന്ന് വിളിക്കുന്നു. സംയോജികാ വിഭക്തി. സംയോജികാ വിഭക്തിയുടെ പ്രത്യയം ഏതാണ്? ഓട്. അപ്പോൾ ഓട് പ്രത്യയമായിട്ടുള്ള വിഭക്തിയാണ് സംയോജിക. അപ്പൊ എന്താണ്? അവനോട്, അവളോട്, രാമനോട്, സീതയോട് ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ പ്രത്യയം ഏത് വിഭക്തി ആയിരിക്കും? സംയോജികാ വിഭക്തി ആയിരിക്കും. അപ്പോൾ പ്രത്യയം ഓട് വരുന്ന വിഭക്തിയാണ് ഏത്? സംയോജികാ വിഭക്തി. അതിന്റെ കാരകം എന്താണ്? സംയോജികാ വിഭക്തിയുടെ കാരകമാണ് സാക്ഷി. അപ്പോൾ സാക്ഷി എന്ന കാരകം അർത്ഥം വരുന്ന വിഭക്തി ഏതാണ്? സംയോജിക. സാക്ഷി എന്ന കാരകം വരുന്നത് ഏത് വിഭക്തിയാണ്? സംയോജിക വിഭക്തി. പ്രത്യയം ഓട്. അടുത്തത് പ്രയോജിക. പ്രയോജിക വിഭക്തിയുടെ പ്രത്യയം ഏതാണ്? ആല്. ആൽ എന്ന പ്രത്യയം വന്നാൽ പ്രയോജിക വിഭക്തി ആയിരിക്കും. അതിന്റെ കാരകം എന്താണ്? ഹേതു. ഹേതു കാരകവുമാണ്, പ്രത്യയം ആലുമാണ്. എന്തിന്റെ? പ്രയോജികാ വിഭക്തിയുടെ. അവനാൽ, അവളാൽ എന്നൊക്കെ വന്നാൽ എന്താണ്? ഏത് വിഭക്തിയാണത്? പ്രയോജികാ വിഭക്തി ആയിരിക്കും. അടുത്തത് ആധാരിക. ആധാരിക വിഭക്തിയുടെ പ്രത്യയം ഏതാണ്? ഇൽ, കൽ. ഇൽ, കൽ എന്നീ പ്രത്യയമാണെങ്കിൽ അത് ഏതിൻ്റെതാണ്? ആധാരിക വിഭക്തിയാണ്. കാരകം അധികരണം. അപ്പോൾ അധികരണം കാരകമായിട്ട് വരുന്ന വിഭക്തി ഏതാണ്? ആധാരിക വിഭക്തി. അടുത്ത് പ്രതിഗ്രാഹിക. പ്രതിഗ്രാഹിക വിഭക്തിയുടെ പ്രത്യയം ഏതാണ്? എ. എ എന്ന പ്രത്യയം വന്നാൽ ഏത് വിഭക്തിയാണ്? പ്രതിഗ്രാഹിക വിഭക്തിയാണ്. കാരകം കർമ്മമാണ്. കർമ്മം കാരകമായി വരുന്ന വിഭക്തി ഏതാണ്? പ്രതിഗ്രാഹിക വിഭക്തി. കർമ്മം കാരകമായിട്ട് വരുന്ന വിഭക്തിയാണ് പ്രതിഗ്രാഹിക വിഭക്തി. അപ്പോൾ സംയോജിക പ്രത്യയം ഏതാണ്? ഓടാണ്. കാരകം സാക്ഷി. പ്രയോജിക പ്രത്യയം ആൽ, കാരകം ഹേതു. ആധാരിക പ്രത്യയം ഇൽ, കൽ. കാരകം എന്താണ്? അധികരണം. പ്രതിഗ്രാഹിക പ്രത്യയം എന്താണ്? എ ആണ്. കാരകം ഏതാണ്? കർമ്മമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ആന അധികം ഭ്രാന്ത് എന്ന് ചേർത്തെഴുതിയാൽ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി ആണ്. ആനഭ്രാന്ത് എന്ന് വരും. ആന അധികം ഭ്രാന്ത് ചേർത്തെഴുതുമ്പോൾ എന്താണ് വരുന്നത്? ആനഭ്രാന്ത് എന്ന് എഴുതും. ഋഗ്വേദം. ഋഗ്വേദം എങ്ങനെ പിരിച്ചെഴുതാം? ഋഗ് അധികം വേദമാണ് ഋഗ്വേദം. ഋഗ്വേദം എങ്ങനെയാ പിരിച്ചെഴുതുന്നത്? ഋഗ് അധികം വേദം. തൃപ്പടി. തിരു അധികം പടിയാണ് തൃപ്പടി. അഹങ്കാരം. അഹം അധികം കാരമാണ് അഹങ്കാരം. അഹം അധികം കാരം അഹങ്കാരം. തിരു അധികം പടി തൃപ്പടി. ഋഗ് അധികം വേദം ഋഗ്വേദം. ആന അധികം ഭ്രാന്ത് ആനഭ്രാന്ത്. അടുത്ത ക്വസ്റ്റ്യൻ. എസ് കെ പൊറ്റക്കാട് കഥാപാത്രമായി വരുന്ന നോവൽ ഏതാണ്? അന്ധകാരനഴി, തമോവേദം, പ്രവാസം, ആരാച്ച. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ. പ്രവാസമാണ്. അപ്പോൾ എസ് കെ പൊറ്റക്കാട് കഥാപാത്രമായി വരുന്ന നോവലാണ് പ്രവാസം. EMSനെ കേന്ദ്ര കഥാപാത്രമാക്കി മുകുന്ദൻ രചിച്ച നോവലാണിത്. കേശവന്റെ വിലാപങ്ങൾ. അപ്പോൾ കേശവന്റെ വിലാപങ്ങൾ ആരുടെ നോവലാണ്? മുകുന്ദന്റെ നോവലാണിത്. കേശവന്റെ വിലാപങ്ങൾ. ആരാണ് കേന്ദ്ര കഥാപാത്രം? EMS ആണ്. അപ്പോൾ EMSനെ കേന്ദ്ര കഥാപാത്രമാക്കി മുകുന്ദൻ രചിച്ച നോവൽ ഏതാണ്? കേശവന്റെ വിലാപങ്ങൾ. അടുത്തത് മലബാർ ലഹള പശ്ചാത്തലമാക്കിയ ഉറൂബിന്റെ നോവൽ ഏതാണ്? സുന്ദരികളും സുന്ദരന്മാരും. ഉറൂബ് ഏത് PC കുട്ടിക്കൃഷ്ണൻ എന്ന തൂലികാനാമത്തിൽ ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? PC കുട്ടിക്കൃഷ്ണനാണ് എന്തറിയപ്പെടുന്നത്? ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഉറൂബിന്റെ മലബാർ ലഹള പശ്ചാത്തലമാക്കിയ നോവൽ ഏതാണ്? സുന്ദരികളും സുന്ദരന്മാരും. സുന്ദരികളും സുന്ദരന്മാരും ആരുടെ നോവലാണ്? PC കുട്ടിക്കൃഷ്ണൻ എന്ന ഉറൂബിന്റെ നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും. ഏതിനെ പശ്ചാത്തലമാക്കിയാണ് എഴുതിയിരിക്കുന്നത്? മലബാർ ലഹളയെ പശ്ചാത്തലമാക്കിയാണ് സുന്ദരികളും സുന്ദരന്മാരും എഴുതിയിരിക്കുന്നത്. അടുത്തത് പാറപ്പുറത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്?
കെ ഇ മത്തായി. ഓപ്ഷൻ എ ആണ് ആൻസർ. കെ ഇ മത്തായി ആണ്. പാറപ്പുറത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് കെ ഇ മത്തായി ആണ്. വി വി അയ്യപ്പൻ കോവിലൻ. പി സി ഗോപാലൻ നന്ദനാർ. അപ്പോൾ പി സി ഗോപാലനാണ് നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. വി വി അയ്യപ്പനാണ് കോവിലൻ എന്ന തൂലികാനാമത്തിലും അറിയപ്പെടുന്നത്. കെ ഇ മത്തായി ഏത് തൂലികാനാമത്തിലാണ് അറിയപ്പെടുന്നത്? പാറപ്പുറത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാണ് കെ ഇ മത്തായി. ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ആശിച്ചു കാലം കഴിയുന്നവൻ. ആശിച്ചു കാലം കഴിയുന്നതാണ് എന്ത്? ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം. ആകാശകുസുമം എന്താണ്? സംഭവിക്കാത്ത കാര്യമാണ് ആകാശകുസുമം. ഊഴിയം നടത്തുക. ആത്മാർത്ഥത ഇല്ലാതെ പ്രവർത്തിക്കുക. എന്താണ്? ഊഴിയം നടത്തുക. ഊഴിയം നടത്തുക എന്താണ്? ആത്മാർത്ഥത ഇല്ലാതെ പ്രവർത്തിക്കുക. ആകാശകുസുമം എന്താണ്? സംഭവിക്കാത്ത കാര്യം. അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.